18 വയസ്സ് വരെ അറിയാതെ നടക്കുന്ന കുട്ടികളെ നിയന്ത്രിക്കാൻ, ശാസിക്കാൻ, തിരുത്താൻ നിങ്ങൾ തയ്യാറായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കുട്ടി എനിക്കിപ്പോൾ പേടിയാട്ടോ. ഞാൻ ഈ സംഭവത്തിന് ശേഷം എൻ്റെ 3ാം ക്ലാസ്സുകാരന് ഈ MDMA കൊടുത്താൽ ഓൻ അങ്ങ് പോവോ ഇല്ലയോ? എൻ്റെ ഭാര്യയ്ക്ക് MDMA കൊടുത്താൽ ഓൾ എവിടെയുമോ കൂടി പോവോ ഇല്ലയോ? പറ. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെല്ലാം വിളിച്ചു, മോനെ ഇങ്ങോട്ട് വരി, മോളെ ഇങ്ങോട്ട് വരി, ഭാര്യ ഇങ്ങോട്ട് വരി. 18 വയസ്സ് വരെ നമ്മളൊരൊറ്റ കട്ടുമ്പോൾ കിടക്കും. ഞാൻ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ ബെഡ്റൂമിൽ നിന്ന് മൊബൈൽ ഫോണിനെ എടുത്തു മാറ്റി. ഈ ഫോണിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഒളിച്ചോടുന്നത് മൊബൈൽ ഫോണിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് മൊബൈൽ ഫോണിലാണ്. അതുകൊണ്ട് നിങ്ങളെ മക്കൾ ഒറ്റക്ക് റൂമിലിരിക്കുമ്പോൾ ഈ മൊബൈൽ ഫോൺ ആ കുട്ടികളുടെ കയ്യിലുണ്ട് എങ്കിൽ ആ കുട്ടി പഠിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. അത് ലഹരിയുടെ ലോകം തേടി, മരണത്തിൻ്റെ എളുപ്പം തേടി, അല്ലെങ്കിൽ ആത്മഹത്യയുടെ കോർണർ തേടി നടക്കുകയാണെന്നുള്ള ബോധം ആദ്യം ഉണ്ടാവേണ്ടത് രക്ഷാകർത്താക്കൾക്കാണ്.